This video is about the products I absolutely trust. കണ്ണടച്ച് വാങ്ങാൻ പറ്റും. ഞാൻ റിപ്പീറ്റഡ്ലി വാങ്ങിയേക്കുന്ന കാര്യങ്ങളാണ്. അതിന് മുന്നേ ഞാൻ വാങ്ങിയിട്ട് എനിക്ക് ഒരു ആവശ്യമില്ലാതിരുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ആക്ച്വലി ഞാൻ യൂസ് ചെയ്തതാണ്, പക്ഷെ എനിക്ക് ഡ്രൈ സ്കിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ എന്നോട് ഈ അറ്റോഡേമിൻ്റെ മോയ്സ്ചറൈസർ അല്ലാതെ വേറെ ഒന്നും യൂസ് ചെയ്തെന്ന് ഡോക്ടർ പറഞ്ഞു. സോ വാങ്ങിയിട്ട് വേസ്റ്റ് ആക്കി കളഞ്ഞ കുറച്ച് സാധനങ്ങളുണ്ട്. ചുമ്മാ ഇരിക്കുക വീട്ടിൽ. ഫസ്റ്റ് ടോണർ, ഹൈലറോണിക് ആസിഡ്. ഹൈലറോണിക് ആസിഡ് ആക്ച്വലി ഞാൻ ഡ്രൈനെസ് ഉണ്ടല്ലോ, ഹൈലറോണിക് ആസിഡ് നല്ലതാണല്ലോ എന്നൊക്കെ വിചാരിച്ച് വാങ്ങിച്ചതാണ്. സോ ഹൈലറോണിക് ഒന്ന് യൂസ് ചെയ്തെന്ന് പറഞ്ഞു, വേസ്റ്റായി. വേറെ ഹൈലറോണിക് ആസിഡ് ഇതുണ്ടായിരുന്നു, എന്നിട്ട് ഇത് പോരാഞ്ഞിട്ട് ഞാൻ എൻ്റെ അനിയൻ്റെ അടുത്ത് പറഞ്ഞ് വരുത്തിച്ചതായത് ഓസ്ട്രേലിയയിൽ നിന്ന്. ഒരു കാര്യമില്ല. നയസിനമൈഡ്, പ്ലംഡ്, ഇത് ആക്ച്വലി നല്ലതാണ്, പക്ഷെ അഗൈൻ ഒറ്റ ആക്റ്റീവ്സ് യൂസ് ചെയ്യില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. റെറ്റിനോളും ഐ ക്രീം ആക്ച്വലി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്, പക്ഷെ എൻ്റെ അടുത്തൊന്ന് യൂസ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഇത് രണ്ടും എനിക്കൊരു ഡോക്ടറിനെ സജസ്റ്റ് ചെയ്തതാണ്. പക്ഷേ ഡ്രൈ സ്കിൻ്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അത് സാലിസിലിക് ആസിഡ്, പിന്നെ ഒരു മാസ്ക്. ഇത് ഞാൻ സെയിലിന് ഒരു റിവ്യൂ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ആക്ച്വലി ഇതൊരു സ്റ്റിക്ക് മാസ്ക് ആണ്. ട്രൈ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലതായിരിക്കും. ഇതൊരു സ്റ്റിക്ക് മാസ്കാണ്. ഇത് ആക്ച്വലി നല്ലതാ, പക്ഷെ എനിക്ക് ഭയങ്കര ഡ്രൈയിങ് ആയിട്ട് തോന്നി. എൻ്റെ ഡ്രൈ സ്കിൻ്റെ മണ്ടയിൽ ഇനി ഇതും കൂടെ യൂസ് ചെയ്ത് നശിപ്പിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാ. ഇത് ഭയങ്കര ഡ്രൈയിങ്, ഇനി ഈ ക്ലീൻ എന്നൊക്കെ പറയില്ല, ഇതുപോലെ ഡ്രൈ ആക്കും എൻ്റെ സ്കിന്നിന്. പക്ഷെ ഇത് രസമായി യൂസ് ചെയ്യാൻ. സ്റ്റിക്കാണ്, നമ്മൾ കയ്യിൽ വെക്കേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. ഇത്രയും സാധനങ്ങൾ ചുമ്മാ ഇരിക്കുക ഇവിടെ, ഒരു യൂസും ഇല്ല, എനിക്ക് ഉപയോഗിക്കത്തില്ല. ഇനി ഞാൻ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാം. സ്കിൻ കെയറിന് സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഫേസിലും ബോഡിയിലും എനിക്കിപ്പോൾ വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ബയോഡെർമ മോയ്സ്ചറൈസർ, ഇത് അടിപൊളിയാണ്. ഇതിൻ്റെ ചെറിയ ചെറിയ ട്യൂബ്സാണ് ഞാൻ പണ്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ അടുത്ത് വേറെ ഒന്നും യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയിട്ട് വലിയൊരു കുപ്പി വാങ്ങിച്ചതാണ്. അടിപൊളിയാണ്. എനിക്ക് ചെറിയ ചെറിയ ബംസ് ഒക്കെ ഉണ്ടായിരുന്നു സ്കിന്നിന്. ഇങ്ങനെ ചെറിയ ചെറിയ എന്താ പറയുക, സെബംസ് ആയിരിക്കും മേ ബി, പിമ്പിൾ അല്ല, പക്ഷെ ചെറിയ ചെറിയ ഇങ്ങനെ ബംസ് ഒക്കെ വരുമായിരുന്നു. അതൊക്കെ പോയി. ആക്ച്വലി സ്കിന്നിന് ബെറ്റർ ആയി. നല്ല ഹൈഡ്രേഷൻ തരും. ബോഡിയിലെ ഫേസിലൊക്കെ ഇത് തന്നെ യൂസ് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെ അണ്ടർ മേക്കപ്പ് എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് കുറച്ചുകൂടെ ഓയിലി ആയിട്ട് ഫീൽ ചെയ്തു. എൻ്റെ സ്കിന്ന് ഡ്രൈ ആണെങ്കിൽ പോലും എനിക്ക് മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും ഇതിങ്ങനെ കുറച്ച് ഓയിലി ആയിട്ട് പിന്നെ ഇങ്ങനെ തരിതരിന്നൊക്കെ പോരുന്ന പോലെ അങ്ങനത്തെ ഒക്കെ ഒരു ഫീൽ വന്നു. അണ്ടർ മേക്കപ്പ് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ആണ് ഇത്, പോൺസിന്റെ ഹൈഡ്ര മിറക്കിൾ. ഇത് ആക്ച്വലി ഭയങ്കര ചീപ്പുമാണ്. ഒരു ജെൽ മോയ്സ്ചറൈസറാ. അത് കാരണം തന്നെ പെട്ടെന്ന് അബ്സോർബ് ആവും. നല്ല ഹൈഡ്രേഷനും ഉണ്ട്. ആക്ച്വലി ഹോൾ ഡേ നല്ല ഹൈഡ്രേഷൻ ഉണ്ടാവും. ജെല്ലാന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഇതിൽ ഡ്രൈ ആയി പോകും അങ്ങനെയൊന്നുമില്ല. നല്ല ഹൈഡ്രേഷനും ഉണ്ട്. മേക്കപ്പിന്റെ അടിയിലൊക്കെ നന്നായിട്ടിരിക്കും. പിന്നെയുള്ള മോയ്സ്ചറൈസർ ഇത് ഡോട്ട് ആൻഡ് കീൻ്റെ മോയ്സ്ചറൈസർ ആണ്. ഇതും അടിപൊളിയാണ്. ഇഷ്യൂ വരുന്നതിന് മുന്നേ ഡേ ടൈമിൽ ഞാൻ ഇതും നൈറ്റിൽ ഇതും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതും അടിപൊളിയാണ്. ഇത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും, നല്ല ഒരു ഹൈഡ്രേഷൻ ഉണ്ടാവും. രാവിലെ എണീക്കുമ്പോഴും മുഖത്തൊക്കെ കുറച്ച് പ്ലംപി ആയിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ആ ഹൈഡ്രേഷൻ ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റും. നല്ല മോയ്സ്ചറൈസറാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എന്നോട് യൂസ് ചെയ്യില്ലെന്ന് പറഞ്ഞു. പിന്നെ ഡോട്ട് ആൻഡ് കീൻ്റെ സൺസ്ക്രീൻ, ഇതെൻ്റെ ഫേവറേറ്റാണ്. ഇതെൻ്റെ അടുത്ത് യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യും. എനിക്കിത് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇത് പെട്ടെന്ന് അബ്സോർബ് ആവും, ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല, ചെറിയ ഗ്ലോ ഒക്കെ തരും. ഇത് ഞാൻ എൻ്റെ പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത്രമാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സൺസ്ക്രീൻ. ഇതിൻ്റെ പല പല വേരിയേഷൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് പിങ്ക് കളറിലുള്ള ഈ വാട്ടർമെലൻ്റെ ഇതാണ് ഇഷ്ടം. പിന്നെ ബോഡി ലോഷന് പ്ലമ്മിൻ്റെ ഇതാണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇതല്ല, വനില സംതിങ് ഉണ്ട്, അതാണ്. ഇത് ഹേസൽനട്ട് എക്ലെയർ. ഇത് ചെറിയൊരു നട്ടി സ്മെല്ലാണ്, അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല, എന്നാലും കുഴപ്പമില്ല, നല്ല ഹൈഡ്രേഷൻ ഒക്കെ ഉണ്ട്. എനിക്ക് മറ്റേതിന്റെ സ്മെല്ലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായേക്കുന്നത്. സോ ആ വനിലയുടെ ആണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം. അതും ഇരിപ്പുണ്ട്, ഇത് തീർത്തിട്ട് വേണം അതെടുക്കാൻ. പക്ഷെ ഇത് ഞാനല്ല യൂസ് ചെയ്യുന്നത്, ഹസ്ബൻഡാണ് യൂസ് ചെയ്യുന്നത്. പറഞ്ഞ പോലെ എനിക്ക് ബോഡിയിലും ഇതേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇത് നല്ലതാണ്. നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് അലർജീസ് ഒന്നുമില്ല, ഇമാതിരി സെൻസിറ്റീവ് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ അടിപൊളി പ്രൊഡക്റ്റാണ്. എനിക്ക് പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ കുറെ പ്രൊഡക്ട്സ് ഒന്നും പറയാൻ ഇല്ല. ഇനി ഹെയർ നോക്കിയാലോ? ഞാൻ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഈ ബി ഫാബുലസിന്റെ ഈ കണ്ടീഷണറും ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത്. നല്ലതാ, എനിക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. കുറച്ച് എക്സ്പെൻസീവാണ്. നിങ്ങൾക്ക് ഇതിന്റെ ഒരു അഫോർഡബിൾ വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ ലവ് പ്ലാനറ്റോ അങ്ങനെ എന്തോ ഓർമ്മയുണ്ടല്ലോ, അത് ലവ് പ്ലാൻ എന്തോ അങ്ങനെ, അത് ആ ബ്രാൻഡിന്റെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സൾഫേറ്റ് ഫ്രീ ആണ്. ബോട്ടോക്സും കെരട്ടിനൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾ സൾഫേറ്റ് ഫ്രീ ഷാമ്പൂ യൂസ് ചെയ്യണം. സോ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യണം. സോ അതിന്റെ നല്ലതാണെന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഹീറ്റ് പ്രൊട്ടക്ടറിന്റെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബി ബ്ലണ്ടിന്റെ ആണ്. ഇത് നല്ലതാ, എനിക്ക് ഇതിന്റെ സ്മെല്ലും ഇഷ്ടമാണ്, നല്ല ഇതാ. പിന്നെ സിമ്പിളിന്റെ
ഫേസ് വാഷ്. ഇതങ്ങനെ അധികം ഡ്രൈ ആക്കത്തില്ല, ഇങ്ങനെ സ്ട്രിപ്പ് ചെയ്യത്തൊന്നുമില്ല, അത്യാവശ്യം നല്ല ഹൈഡ്രേഷൻ ഒക്കെ തരും, നല്ല ഫേസ് വാഷ് ആണ്. ഇതിന്റെ തന്നെ ഒരു മോയ്സ്ചറൈസിങ് ഫേസ് വാഷ് ഉണ്ട്. എനിക്ക് അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. എനിക്ക് ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ മോയ്സ്ചറൈസിങ് ചെയ്തേക്കാന്നൊക്കെ വിചാരിച്ച് അത് വാങ്ങിച്ചിട്ട് എനിക്ക് അതേ വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. ഇതന്നെ എനിക്ക് ഇഷ്ടമായത്. ഇനി മേക്കപ്പ് ഐറ്റംസ് പറയുവാണെങ്കിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം ഞാൻ കാണിച്ചു തരാം. മാസിന്റെ ഈ ഐലൈനർ ആണ്. ഇത് ഞാൻ വേറെ ഒരെണ്ണം വാങ്ങി സ്റ്റോക്ക് ചെയ്തേക്കുക, ഇൻ കേസ് തീർന്നു പോയാൽ എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനൊരു മാറ്റ് ഫിനിഷ്, അങ്ങനെ ഭയങ്കര ഗ്ലോസി ഫിനിഷ് അല്ല, നല്ല വൃത്തിക്ക് എഴുതാൻ പറ്റും. ഇത് ഈ ഐലൈനർ പെന്നാണ്, ഐലൈനർ അല്ല. എനിക്ക് ഇത് വെച്ചിട്ട് ബ്രഷ് ഉള്ളത് വെച്ച് എഴുതാൻ പറ്റില്ല, എനിക്ക് ഐലൈനർ പെൻ തന്നെ വേണം. പണ്ട് ഞാൻ കളർ ബാറിന്റെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഈ ടിപ്പ് ഇങ്ങനെ ഒടിഞ്ഞു പോകുന്ന പോലെ പോവായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും. പക്ഷെ ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഏറ്റവും അടിപൊളി. ഇതെന്റെ ഫേവറേറ്റ് ആണ്, ഞാൻ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുക. എനിക്ക് ഐബ്രോന് 2 പ്രൊഡക്റ്റ് ഉണ്ട്. ഒന്ന് മേബിലിന്റെ ഈ പെൻസിലും മേബിലിന്റെ ജെല്ലും. ഇത് നോർമൽ ഒരു പെൻസിലാണ്, എഴുതുക. ഇതിന്റെ ബാക്കിൽ ഒരു ചീപ്പ് പോലത്തെ സാധനം ഉണ്ട്, അത് വെച്ച് ചെയ്യുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെല്ലാണ്. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കും. അങ്ങനെ തന്നെ സ്റ്റിക്ക് ചെയ്ത പോലെ തന്നെ ജെല്ല് യൂസ് ചെയ്ത് അവിടെ ഇരുന്നോളൂ. ഇത് പിന്നെ മൂവ് ചെയ്യത്തില്ല, ഹോൾ ഡേ അങ്ങനെ തന്നെ ഇരുന്നോളൂ. ടാറ്റോ ഒക്കെ അടിച്ചാൽ ഈ ഹെയർസ് ഉണ്ടല്ലോ, ഐബ്രോന്റെ ഹെയർസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മൂവ് ചെയ്തില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ അതിനൊരു വെറ്റ് ഫീലിംഗ് എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ നമ്മൾ എന്തോ ഒരു സാധനം തേച്ച് വച്ചേക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. പക്ഷെ ഞാൻ അപ്പം ലോങ് ഇപ്പൊ എന്തെങ്കിലും ഫംഗ്ഷന് പോവോ അല്ലെങ്കിൽ ഹോൾ ഡേ എവിടെയെങ്കിലും പോവോ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇതന്നെ യൂസ് ചെയ്യാറ്. സ്വിസ് ബ്യൂട്ടിന്റെ ഈ ഐ ഷാഡോ പാലറ്റ്, ഇത് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഉണ്ട്, നല്ലതാ. പിന്നെ ബ്ലഷ് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, എന്നാലും മാസിന്റെ ഈ ഒരു ബ്ലഷ് ആണ് യൂസ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ കൺസീലർ ഒന്നും അധികം യൂസ് ചെയ്യാറില്ല. എപ്പോഴേലും യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ സ്കിൻ ടിൻറ്റാ യൂസ് ചെയ്യുന്നത്. ഹൗസ് ഓഫ് മേക്കപ്പിന്റെ ഈ സ്കിൻ ടിൻറ്റാ യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് പെട്ടെന്ന് ബ്ലെൻഡ് ആവും. പിന്നെ ഭയങ്കര എനിക്കൊന്നും കവറേജ് മേ ബി കൂട്ടി എടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് ഭയങ്കര സ്കിൻ ആയിട്ട് തന്നെ ഇരിക്കുന്നത്. എനിക്ക് അധികം മേക്കപ്പ് എനിക്ക് ചേരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സോ അങ്ങനെ ചെയ്യാറില്ല. സോ ഇതാണ് യൂസ് ചെയ്യുന്നത്, നല്ലൊരു ഗ്ലോ ഒക്കെ തരാറുണ്ട് ഇത്. പിന്നെ ഞാൻ കോമ്പാക്ട് പൗഡർ കോളേജ് തൊട്ടേ ഈ ഒരു ലാക്മേന്റെ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. വേറെ കുറെ നല്ലതുണ്ടാവും, പക്ഷെ എനിക്ക് സാധനങ്ങൾ ചേഞ്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കൊരു സാധനം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കത് പിന്നെ മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോളേജ് തൊട്ടേ ഇത് തന്നെ യൂസ് ചെയ്യുന്നത്, എനിക്ക് മാറ്റം മടിയായതുകൊണ്ട്. ആക്ച്വലി ലിപ്സ്റ്റിക്ക് കളർ ബാറിന്റെ ഈ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്, ഇതിപ്പോ അവൈലബിൾ അല്ലെന്നാ തോന്നുന്നത്. കണ്ടുപിടിക്കുവാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം. പക്ഷെ ഇത് അടിപൊളിയാണ്. ഇതൊരു പീച്ചി റെഡ് കളറിലുള്ളതാ. ഇത് ആക്ച്വലി പീച്ചായിട്ട് പോവും, പിങ്ക് ആയിട്ട് പോവും, റെഡ് ആയിട്ട് പോവും, എല്ലാ ഡ്രസ്സിന്റെ ഒപ്പം പോവും. ഇത് അങ്ങനെ ഭയങ്കര ലാസ്റ്റിംഗ് ഒന്നുമല്ല, പക്ഷെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറെ വർഷങ്ങളായിട്ട് ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. ലിക്സിന്റെ ലിപ്പ് ഐവി, ഇതൊരു ടിൻഡാണ്. ഇത് ചുമ്മാ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലോസി ലിപ്സ്റ്റിക് ഒക്കെ പോലെ ഇരിക്കും, പക്ഷെ അത് വൈപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ലിപ് ടിൻഡാണ്. ഒരു 20 മിനിറ്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടിൻഡ് കിട്ടും. പിന്നെ ദേ ഈ സാധനം, ഇത് ആക്ച്വലി ഇന്ത്യയിൽ കിട്ടത്തില്ല, ഇത് നിക്സിന്റെ തന്നെയാ. ഇന്ത്യയിൽ കിട്ടില്ല എന്നാ തോന്നുന്നത്. പക്ഷെ ഇതിന്റെ ഫാറ്റ് ഓയിൽ ഉണ്ട്, അത് അടിപൊളിയാ. ഇതിനി എത്ര പ്രാവശ്യം വേണേലും ഞാൻ റീപർച്ചേസ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് നല്ല ഹൈഡ്രേഷൻ തരും. ചെറിയ ഒരെണ്ണത്തിന് ഇതിന് നല്ലൊരു ചെറിയ ഗ്ലിറ്റർ ഒക്കെ ഉണ്ട്, സോ ഗ്ലോസ് ഒക്കെ ഇടുന്ന പോലെ ഇരിക്കും. ഇതും നല്ലൊരു ലൈറ്റ് ന്യൂഡ് കളർ തരും, നല്ല അടിപൊളിയാണ്. ഇതിന്റെ ഫാറ്റ് ഓയിൽ സ്റ്റിക്ക് ആണിത്. ഇതിന്റെ ഫാറ്റ് ഓയിൽ ആയിട്ട് നമ്മൾ ഗ്ലോസ് ഒക്കെ പോലെ ലിപ്പ് ഓയിൽ ഒക്കെ പോലത്തെ സാധനം ഉണ്ട്, അത് ഞാൻ ടാഗ് ചെയ്യാം. പക്ഷെ ഇത് ഇന്ത്യയിൽ വന്നിട്ടില്ല. ബട്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, വാങ്ങിച്ചു. പിന്നെ മേക്കപ്പ് റിമൂവറിന് ഞാൻ ഗാർണിയറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ സ്കിൻ പ്രോബ്ലം കാരണം ബയോഡേർമയുടെ ഇതിലോട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. പക്ഷെ ഇത് അടിപൊളിയാണ്, നന്നായിട്ട് പോകുന്നുണ്ട്. ഭയങ്കര സ്കിന്നൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആണെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത്. സ്കിന്നൊക്കെ നന്നായിട്ട് ക്ലീൻ ആവും. നല്ല ഒരു മൈസലർ വാട്ടറാണ്. ബോഡി മിസ്റ്റ്, അണ്ടർ ആം റോൾ ഓൺ, രണ്ട് സാധനമാണ് റീപർച്ചേസ് ചെയ്യാറ്. കെമിസ്റ്റ് അറ്റ് പ്ലേന്റെ അണ്ടർ ആം റോൾ ഓൺ, നല്ല സ്മെല്ലാണ്. ഇത് നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഒരു വനില, എനിക്ക് വനിലയുടെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. സോ വടകൾ ഇത് വർഷങ്ങളായി ഞാൻ യൂസ് ചെയ്യുന്നു, അടിപൊളിയാണ്. പിന്നെ എല്ലാ വീക്കിലും മുടങ്ങാണ്ട് കയ്യിലെടുക്കുന്ന ഒരു സാധനമാണ് ഇത്, ഫേസ് ട്രിമ്മർ. ഇത് ജസ്റ്റ് എടുക്കുക, ഇങ്ങനെ ചെയ്യുക, പെട്ടെന്ന് പരിപാടി. എനിക്ക് അങ്ങനെ ഭയങ്കര പെയിൻ ടോളറൻസ് ഇല്ലാത്തൊരു ആളാണ്. അപ്പം സലോൺ പോയിട്ട് അപ്പർ ലിപ്പ് ചെയ്യലൊന്നും എന്നെ കൊണ്ട് നടക്കത്തില്ല. ഇത് ആക്ച്വലി ഫേസ് ഫുള്ള് ചെയ്യാം. എനിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബംസ് ഒക്കെ വരാറുണ്ട്, സോ അത് ചെയ്യാറില്ല. അപ്പർ ലിപ്പ് മാത്രം ചെയ്യാൻ വേണ്ടി എല്ലാ വീക്കും മുടങ്ങാണ്ട് കയ്യിലെടുക്കുന്നതാണ്. ഇത് ഞാൻ മേ ബി ഒരു 1 or 2 years ആയി വാങ്ങിയിട്ട് ഇപ്പോഴും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫിലിപ്സിന്റെ 3 സാധനം ഉണ്ട് ആക്ച്വലി. ഇത് എയർ ബ്രഷ് ആണ്. ഇത് നമുക്ക് സെയിം ടൈം ഡ്രൈ ആക്കാനും സ്റ്റൈൽ ആക്കാനും ചെയ്യാം. ഇത് സ്ട്രെയിറ്റ്നർ ബ്രഷ് ആണ്. ഇത് ഡ്രൈ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിങ്ങനെ കുഞ്ഞു സെക്ഷൻ ആയിട്ട് എടുത്തിട്ട് ചെയ്യേണ്ട. പിന്നെ ഏറ്റവും നല്ലൊരു പർച്ചേസ് ആണ് ഈ എയർ സ്റ്റീമർ. ഡ്രസ്സൊക്കെ നമുക്ക് തേക്കാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റീം ചെയ്യാം, പോർട്ടബിൾ ആണ്.